ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മസാലയൊന്നും വഴറ്റാതെ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാതെ മാവ് പരത്താതെയും കുഴക്കാതെയും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ആവട്ടെ. ബട്ടർ ഇട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇതിലേക്ക് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 200 ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചിക്കൻ ബട്ടറിലൊന്ന് മിക്സ് ആക്കി എടുത്താൽ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയുടെ അളവ് നമ്മളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. ചിക്കൻ ഈ ബട്ടറിൽ നന്നായിട്ടത് ഫ്രൈ ആക്കി എടുക്കണം. നന്നായിട്ടത് ഫ്രൈ ആയിട്ട് വന്നാൽ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ പാകത്തിനൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് പാനിൽ നിന്നും കോരിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് സവാള പൊടിയായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും, പിന്നെ ഒരു 1/4 കപ്പിലും കുറച്ചുകൂടി കൂടുതലായിട്ട് ലെറ്റ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പിന് അടുത്ത് തന്നെ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് എടുത്തതാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ 1/4 കപ്പ് തന്നെ കുരു എല്ലാം കളഞ്ഞിട്ടുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തതും, ഈ സാലഡിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ അടുത്ത് കുരുമുളക് പൊടിയും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മയനൈസാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം മയനൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഈ മിക്സിലേക്ക്, അതായത് ഈ ചിക്കൻ്റെ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ നമുക്ക് ബ്രെഡ് ഒന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ ഒരു 5 പീസ് വലിയ സൈസിലുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒന്ന് സ്റ്റീം കയറ്റി എടുക്കാം. നന്നായിട്ട് ആവി കയറിയിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ നന്നായിട്ട് ആവി കയറ്റിയിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ നന്നായിട്ട് പരന്ന് തിന്നായിട്ട് വരും. ഇതുപോലെ പ്രസ് ചെയ്ത് പരത്തുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ബ്രെഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ആവി കയറ്റി എടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് കോണായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഈ ഒരു ഷേപ്പിൽ ഒന്ന് മടക്കിയെടുക്കാം. നമ്മളിതിൽ പ്രത്യേകിച്ച് മൈദ ഒന്നും വെച്ചിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്കിതുപോലെ കൈ വെച്ചൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കൈ വെച്ചിനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇതിനുള്ളിലേക്ക് ഒരു 2 ടീസ്പൂണൊക്കെ കൊള്ളുള്ളൂ. നമ്മുടെ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് 2-3 ടീസ്പൂൺ വരെ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് വലിയ സൈസിലുള്ള ബ്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഒരു 2.5 ടീസ്പൂണോളം ഫില്ലിങ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡൊക്കെ നമുക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ മുഴുവനായിട്ട് ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ടൊന്ന് ചൂടാക്കുക. ബട്ടർ ഒന്ന് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള സ്നാക്ക് ഇതുപോലെ അടിയിൽ നിരത്തി വെച്ച് കൊടുക്കാം. കുറച്ച് വലിയ പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടി എല്ലാ സ്നാക്കും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ 5 പീസ് ബ്രെഡ് വെച്ചിട്ട് ഒരു 10 സ്നാക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7 പീസ് ബ്രെഡ് വരെ, അതായത് ഒരു 14 സ്നാക്ക് ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടാവും ഇത്. അപ്പോൾ ഞാനൊരു 10 സ്നാക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പാനിലേക്ക് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫില്ലിങ് കാണുന്ന ഭാഗത്തേക്ക് കുറച്ച് മോസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് സ്ലൈസ് ചീസ് ആയാലും കുഴപ്പമില്ല, നമ്മളുടെ കയ്യിലുള്ള ചീസ് വെച്ച് കൊടുക്കുക. ചീസ് കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചീസ് കൂടി വെച്ചാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ചീസ് ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. പിന്നെ നമ്മളിത് സ്നാക്ക് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ചീസൊക്കെ നന്നായിട്ട് ചൂടായിട്ട് മെൽറ്റായിട്ടുള്ള ടൈമിൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം.
അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ചീസ് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.